ഇന്ന് അകാല നരയ്ക്കുള്ള ഒരു ഹെയർ ഓയിലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എണ്ണ പാക്കിടാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിലും ചിലവർക്ക് നീരിറക്കം വരാറുണ്ട്, ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നര ഇല്ലാതാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ കുട്ടികൾക്ക് വരെ അകാല നര കണ്ടുവരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടി നമ്മൾ ഈ ഹെയർ ഓയിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ മുടി നരയ്ക്കാതിരിക്കാനും പിന്നെ സ്ട്രെസ്സ് മൂലം ഉണ്ടാകുന്ന നരകൾ അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞിട്ട് വരുന്ന നരകളൊക്കെ ഇത് മൂലം നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റും. മുടി കിളിർത്ത് വരുമ്പോൾ തന്നെ നര കാണുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് മൂലം നമുക്ക് എല്ലാം നമുക്കൊരു പരിധി വരെ നിർത്താൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം നമുക്ക് എല്ലാ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ വില 40 ഗ്രാമിന് 40 രൂപയാണ്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുടി കറുക്കാൻ ഏറ്റവും അധികം ഗുണം ചെയ്യും. അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ് കരിഞ്ജീരകം. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ കിട്ടുന്നില്ലേ, നിങ്ങൾക്ക് ഓൺലൈനിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നുള്ളത്. 500 ml വെളിച്ചെണ്ണയ്ക്കുള്ള അളവാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നിങ്ങൾ ഇത് എടുക്കുക, എല്ലാ സാധനങ്ങളും എടുക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ കൃത്യമായ അളവിൽ ആ ചേരുവകൾ ചേർത്ത് അതുപോലെ തന്നെ ഉണ്ടാക്കിയാലേ നമുക്ക് ഗുണം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഇവിടെ 2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉലുവയാണ്. അതും ഇതേ അളവിൽ 2 ടേബിൾ സ്പൂൺ ഉലുവ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. രണ്ടും ഞാൻ തലേ ദിവസം കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ. നമ്മളൊരു തുണിയിൽ ഉണക്കിയെടുത്താൽ മതി, വെയിലത്തിട്ട് ഉണക്കേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് ചായപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. എൻ്റെ ചാനലിൽ 2-3 ആഴ്ചയായി ഞാനൊരു 4-5 ഹെന്ന പാക്കിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അത് പലർക്കും വളരെ യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു ജെല്ലിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം മുടിയിൽ പുരട്ടി പോകാനുള്ള ഒരു ഹെയർ ജെല്ല്. അപ്പോൾ നമ്മുടെ മുടി കുറച്ച് മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരിക്കലും നിങ്ങൾ ആലോചിക്കണം, പെട്ടെന്ന് ഒരു 2-3 മുടി നരച്ച് കാണുമ്പോൾ തന്നെ നമ്മൾ ഓടിപ്പോവും ഷോപ്പിലേക്ക്, കെമിക്കൽ ഹെയർ ഡൈ വാങ്ങി ഉപയോഗിക്കും. അങ്ങനെ ചെയ്തവർക്ക് പിന്നെ ഇതൊക്കെ അത്ര ഉപകാരപ്പെടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ മാറിയതിന് ശേഷം വേണം ഇതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കെമിക്കൽ ഡൈ ചെയ്യുന്നവരും അതൊക്കെ നിർത്തി ഹെന്ന പാക്കും പിന്നെ ഈ എണ്ണയും കൂടി ചെയ്താൽ മതി. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മുടി തീരെ നരക്കില്ല കേട്ടോ. നരക്കില്ല എന്ന് വെച്ചാൽ നരച്ച മുടി തന്നെ കറുക്കും. അതാണ് ഈ എണ്ണയുടെ ഒരു ഗുണം. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും കറുക്കില്ല. നമ്മളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം. ആഴ്ചയിൽ 3 പ്രാവശ്യമെങ്കിലും പറ്റുമെങ്കിൽ നമ്മൾ രാത്രിയാണ് ഇത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് അടിയിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായി തിളച്ചതിന് ശേഷം ഇതുപോലെ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യേണ്ടത്. ഡയറക്റ്റായി നമ്മൾ ഒരിക്കലും ഈ എണ്ണ കാച്ചി എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ. നന്നായി ഇളക്കി വെളിച്ചെണ്ണ നന്നായി ചൂടായി ഒരു തിള വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് നമ്മളിത് ഇറക്കി വെക്കേണ്ടത്. ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കാൻ നല്ലത് രാത്രി കിടക്കാൻ നേരത്തെ സ്കാൽപ്പിൽ നന്നായി പുരട്ടി കൊടുക്കണം. ഇത് നമ്മൾ മുടിയിൽ അങ്ങനെ പുരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. സ്കാൽപ്പിലാണ് നന്നായി പുരട്ടി കൊടുക്കേണ്ടത്. പിന്നീട് രാവിലെ എഴുന്നേറ്റ് കഴുകിയാൽ മതി. അത് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾ 1 മാസം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ മുടിയും നമ്മൾക്ക് കിളിർത്ത് വരുന്ന മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറാവും. പിന്നെ നരയുള്ള മുടിയും കറുക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് കുട്ടികൾക്ക് വരെ നമ്മളിത് ഉപയോഗിച്ച് തുടങ്ങിയാൽ അവർക്ക് ഉണ്ടാകുന്ന അകാല നരയും ഒക്കെ മാറുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാ കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. പഠിക്കാനുള്ള സ്ട്രെസ്സും പിന്നെ അവരുടെ ഷാമ്പു ഉപയോഗവും എല്ലാം കൂടിയാണ് ഇങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ ഇത് കുളിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാം, ഷാമ്പു ഉപയോഗിക്കാമോ എന്ന്. ഇത് ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് നീലമരി ഇലയാണ്. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് നീലമരി ചെടിയിൽ നിന്ന് ഞാനിപ്പം പറിച്ചു കൊണ്ടുവന്നതാണ്. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് കേട്ടോ. നമുക്ക് ഒന്നും കെമിക്കലുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ ഇല കണ്ടോ നിങ്ങൾ, ഇതിൻ്റെ വിത്തൊക്കെ കണ്ടോ, അതാ ഈ കുഞ്ഞ് വിത്താണ്. ഇതുപോലെയുള്ള ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നും കണ്ടാലും വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് ശ്രമിക്കാം. ഇല്ലെങ്കിൽ നഴ്സറികളിൽ കിട്ടുമെന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇതിൻ്റെ പൊടി ഉണ്ടാക്കിയും വീട്ടിൽ വെക്കാം. നമ്മൾ വാങ്ങിക്കുന്ന നീലമരിയിൽ എത്രമാത്രം കെമിക്കൽ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കരുത്. പിന്നെ നീലയമ്മരി ചെടി പറിക്കുന്ന സമയത്ത് നിങ്ങൾ രാവിലെ പറിക്കരുത് കേട്ടോ, അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ചെടിയെന്ന് ഇലകൾ പറിക്കാൻ നോക്കുമ്പം നമ്മൾ കുറച്ചൊരു ഉച്ച സമയത്ത് തന്നെ പറിക്കാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇതുപോലെ അടിച്ചു ചേർക്കാൻ. വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാകാൻ പാടില്ല ഈ എണ്ണയിൽ.
പിന്നെ ഇലകളായിട്ട് നമ്മൾ പറിക്കാനും പാടില്ല. നമ്മൾ കറിവേപ്പിലൊക്കെ മുറിച്ചെടുക്കില്ല, അതുപോലെ മേലെ നിന്ന് വേണം മുറിച്ചെടുക്കാൻ. എപ്പോഴും ഇതുപോലെയുള്ള ചെടികൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് മുഴുവനായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഞാൻ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായും തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് അരിച്ചിട്ടൊന്നും ചെയ്യരുത്. അരിക്കേണ്ടത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി നിങ്ങളുടെ കയ്യിൽ നീലാമരി ഇല്ല എന്നുണ്ടെങ്കിൽ നീലാമരി പൊടി ചേർത്താലും മതി കേട്ടോ. വാങ്ങിക്കുന്ന പൊടി തന്നെ ചേർത്താലും മതി. ഇല്ലാത്തവർ അതുപോലെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിത് മൂടി വെച്ച് വെയിലത്ത് വെക്കണം. നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട ഗ്ലാസ് ബോട്ടിലിൽ തന്നെ വേണം എടുക്കാൻ. ഗ്ലാസ് ബോട്ടിൽ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ആ സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെച്ചാലും കുഴപ്പമില്ല. ഒരു 5 ദിവസം വരെ നമ്മൾക്ക് ഈ വെയിൽ കൊള്ളിക്കണം. നന്നായി തന്നെ വെയിൽ കൊണ്ടതിന് ശേഷം വേണം നമ്മളിതെടുത്തിട്ട് അരിച്ചൊഴിക്കാൻ. ഞാൻ കുറേ പേർക്ക് നീലയമരി വിത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇനി റെഡി ആകുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് നിർത്തിയിട്ട് ഹെന്ന പാക്കിങ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. പിന്നെ 1 മാസം വരെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാതെ ഒരു ദിവസം 2 ദിവസം ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെയുള്ള എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടില്ല. പിന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും ഹെന്ന പാക്കിൻ്റെ റിസൾട്ടും കിട്ടില്ല. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ കെമിക്കൽ ഡൈ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. മുടിയൊക്കെ കൊഴിഞ്ഞ് കഷണ്ടി പോലെ വരും. അത്രയ്ക്കും ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾക്ക്. പിന്നെ അത് മാത്രമല്ല, ക്യാൻസർ വരാനുള്ള, സ്കിൻ ക്യാൻസറൊക്കെ വരാനുള്ള ചാൻസസും ഒരുപാട് അധികമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കെമിക്കൽ ഡൈന്ന് ഒഴിവാക്കി ഇതുപോലെയുള്ള നാച്ചുറലായിട്ടുള്ള റെമഡീസ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള എണ്ണ ഉണ്ടാക്കി ആഴ്ചയിൽ 3 ദിവസം ഉപയോഗിക്കാം. പറ്റുമെങ്കിൽ നമ്മൾ നല്ല ചെമ്പരത്തി താളി ഉപയോഗിച്ച് കുളിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഷാമ്പു വേണമെങ്കിൽ ആഡ് ചെയ്യാം. എണ്ണ പോകണമല്ലോ, മുടിയിൽ നന്നായിട്ട് എണ്ണ ഉണ്ടെങ്കിൽ അത് പോകാൻ കുറച്ച് ഷാമ്പു ആ ചെമ്പരത്തി താളി ഉണ്ടാക്കി. ചെമ്പരത്തി പൂവ് വളരെ നല്ലതാണ്, അതും കൂടി ചെയ്താൽ മതി. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹെന്ന പൗഡർ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതുപോലെ ഹെന്ന പൗഡർ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നല്ല കളർ കിട്ടുന്ന ഹെന്ന പൗഡർ ഉണ്ടാക്കുന്ന രീതി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മുടിയിൽ എണ്ണ അപ്ലൈ ചെയ്യേണ്ടത്. ചെറിയൊരു കിഴി പോലെ കെട്ടി അത് മുക്കി ഓരോ മുടി ഭാഗങ്ങളും മാറ്റി സ്കാൽപ്പിലും ചെയ്ത് കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഒന്ന് ചീക്കിയിട്ട് വേണം രാത്രി കിടക്കാൻ. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഷാമ്പോ താളി ഉപയോഗിച്ച് കുളിക്കാവുന്നതാണ്. ഞാനും പണ്ടൊക്കെ കെമിക്കൽ ഡൈ തന്നെയായിരുന്നു ഉപയോഗിച്ചത്. അതുകൊണ്ട് എൻ്റെ മുടിയും ഒരുപാട് നര വന്നിരുന്നു. ഇപ്പോൾ പക്ഷേ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ട് വലിയ നരയൊന്നും വരില്ല. ഇപ്പോൾ 1 മാസം നമ്മൾ ഹെന്ന ചെയ്യാതിരിക്കുമ്പം ഇതുപോലെ ഇത്രയും നര വരില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതുപോലെ എണ്ണ തേക്കും. പിന്നെ മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ ഹെന്ന പാക്കും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡൈ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഇന്ന് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നാളെ ഷാമ്പു ഇട്ടതിന് ശേഷം വേണം നമ്മൾ ഹെന്ന പാക്ക് ഇടാൻ. ഒരിക്കലും എണ്ണയുള്ള മുടിയിൽ ഹെന്ന പാക്ക് ഇടരുത്. അപ്പോൾ നാളെയാണ് ഞാൻ ഹെന്ന പാക്ക് ഇടുന്നത്. എൻ്റെ മാസത്തിൽ 1 പ്രാവശ്യമാണ് ഞാൻ ഹെന്ന പാക്ക് ഇടാറ്. പക്ഷേ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ചധികം ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി പാക്ക് ഇടും. കാരണം അല്ലെങ്കിൽ നമ്മുടെ മുടി കുറച്ച് നരയൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.